അവസാനം പറഞ്ഞു നിർത്തിയത് ബൾക്ക് മോഡുലസ് ആണ്. സോ ബൾക്ക് മോഡുലസ് നമ്മൾ പറഞ്ഞു വോളിയം സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു വോളിയം സ്ട്രെയിൻ വരുന്ന സമയത്ത് വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനും പറഞ്ഞു. പിന്നെ പറഞ്ഞു ബൾക്ക് മോഡുലസ് ചെയ്യുന്ന സമയത്ത് ബി ഈക്വൽ ടു പി ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതുന്നു. നമ്മൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്, ഡിനോമിനേറ്റർ നെഗറ്റീവ് വന്നു. പക്ഷേ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ ബൾക്ക് മോഡുലസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതിവിടെ നെഗറ്റീവ് വരുന്നത് വെച്ചാൽ വോളിയം ചെറുതാകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇനി പറഞ്ഞു വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞു. സോ വോളിയം സ്ട്രെസ്സിൻ്റെ മറ്റൊരു പേരാണ് ബൾക്ക് സ്ട്രെസ്, അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ഹൈഡ്രോളിക് സ്ട്രെസ്. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഷിയറിംഗ് മോഡുലസിനെ കുറിച്ചാണ്. സോ നമ്മൾ യങ്സ് മോഡുലസ് പഠിച്ചു, അതേപോലെ തന്നെ ബൾക്ക് മോഡുലസ് പഠിച്ചു. യങ്സ് മോഡുലസ് പഠിച്ചപ്പം ഏത് ഡയമെൻഷനോ ചേഞ്ച് ഉണ്ടായത്? ലെങ്തിന്. അതേപോലെ തന്നെ ബൾക്ക് മോഡുലസ് പഠിച്ചപ്പം ഏത് ഡയമെൻഷനോ ചേഞ്ച് ഉണ്ടായത്? വോളിയത്തിന്. സോ സിമിലർലി ഷിയർ മോഡുലസ് പറയുമ്പം നമ്മൾ ചേഞ്ച് ഉണ്ടാകുന്നത് ഡയമെൻഷൻസിനല്ല, ആംഗിളിലാണ്. പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞത്, ഒരു ബോഡി ഉണ്ട്, അതിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പം ലോവർ പാർട്ട് ഫിക്സ് ആയതുകൊണ്ട് അപ്പർ പോർഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്യത്തുള്ളൂ. ആൻഡ് അവിടെ ഒരു തീറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ചെയ്തു. സോ തീറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ചെയ്തപ്പം ഒറിജിനൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എച്ച് എന്ന് പറയാം. ഇത് വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് ടാൻ തീറ്റ വിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എക്സ് ബൈ എച്ച് ആണ്. സോ എക്സ് ബൈ എച്ച് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണോ ഷിയർ സ്ട്രെയിൻ ആണോ? എന്ത് പറയാം? ഷിയർ സ്ട്രെയിൻ ആണ്. കാരണം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്തോ വോളിയമോ അങ്ങനെയുള്ള സ്പെസിഫിക് ഷേപ്സ് അല്ല. എന്താണ് ചേഞ്ച് ആയത്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടായത്. സോ നമുക്ക് എന്ത് പറയാം? ഇതെന്ന് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എച്ച് എന്ന് പറയുന്നതാണ് എൻ്റെ ഷിയർ സ്ട്രെയിന്. ഓക്കെ, അതേപോലെ എൻ്റെ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്, മൂന്ന് പേരിലും പറയാം. ഓക്കെ, ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ്. ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ പറയുന്ന പോലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ, എഫ് ബൈ ഏരിയ. സോ ഒരു ഒബ്ജക്റ്റിന് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് റേഷ്യോ സ്റ്റിയറിംഗ് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഷിയറിംഗ് സ്ട്രെയിനെയാണ് നമ്മൾ ഷിയർ മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ ജി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ബൈ എ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് ബൈ എച്ച്. എച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ഈ ലെങ്തിനെയാണ്. ഈ എച്ചിന് പകരം ചില ബുക്കുകളിൽ എൽ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയും ഉപയോഗിക്കാം. ഓക്കെ, സോ എനിക്ക് റീറൈറ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് എച്ച് ബൈ എ എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് വിൽ ബി ദ ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റും എന്താണ്? നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് റേഷ്യോ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഉണ്ടാവുകയില്ല, നോ യൂണിറ്റ്സ്. ബട്ട് സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട്. സോ സിമിലർലി ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് എന്ത് പേരിലും എന്തായിട്ടും പറയാം? പാസ്കലായിട്ടും പറയാം. വി വിൽ നോട്ട് ഇറ്റ് ആസ് പി എ. സോ നമ്മൾ വോളിയം സ്ട്രെസ് പഠിച്ചു, അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് പഠിച്ചു. ഇപ്പോൾ അവസാനം ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് പഠിച്ചു. സോ അതിന് യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വന്നു. അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് പകരം എന്തും എഴുതാം? പാസ്കൽ എന്നും എഴുതാം. ഓക്കെ, സോ ഇത്രയാണ് അതിൽ പഠിക്കാനുള്ളത്.